കണി എങ്ങനെയുണ്ട്? തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എന്തിന്? കൈനീട്ടം വേണ്ടേ? ഇതാണ് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ തരുന്ന വിഷു കൈനീട്ടം. ഇഷ്ടായോ? മൗനം സമ്മതം എന്നാണ്. ഏട്ടാ, കണി ഒരുക്കാൻ പറ്റാത്തതിൽ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സന്തോഷായി. എന്റെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിഷുക്കണിയായിരിക്കും ഇത്. എനിക്കും എന്റെ വർഷയെ കിട്ടിയിട്ടുള്ള ആദ്യത്തെ വിഷുവല്ലേ ഇത്? ഏട്ടാ, വിഷുസദ്യ നമുക്ക് എന്റെ വീട്ടിലാക്കിയാലോ? എല്ലാവർക്കും അതൊരു സന്തോഷവും ഒപ്പം ഒരു സർപ്രൈസും. എന്താ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു അല്ലേ? അമ്മയ്ക്കും അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ അത് വലിയൊരു സന്തോഷമായിരിക്കും. തന്നെയുമല്ല, നമുക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുകയും ചെയ്യാം. അതൊക്കെ ശരിയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു അല്ലേ? അത് നമുക്ക് ഒരുമിച്ച് ഇവിടെ ആഘോഷം പോരെ? നമ്മുടെ വിഷു ഇവിടെ തന്നെ ആഘോഷിക്കുന്നു. നിന്നെ കാണാനും നിനക്കൊപ്പം ഇരിക്കാനും വേണ്ടിയാ ഞാൻ ഇന്നത്തെ ബിസിനസ് മീറ്റിംഗ് ഒക്കെ മാറ്റിവെച്ചത്. സ്റ്റിൽ ഐ ലവ് യു. കാലത്തെ തുടങ്ങിയോ റൊമാൻസ്? പിന്നെ എപ്പോഴും റൊമാൻറ്റിക് ആയിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ. സമ്മതിച്ചേ. വിഷു ഒരുക്കത്തിന് ഞാൻ സഹായിക്കാം. അല്ല, അത് വാടോ. വന്നേ 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 പോ. ഏട്ടാ, എങ്കി പറ, നമ്മൾക്ക് കേൾക്കാൻ കൊതിയായി. പറഞ്ഞ ശ്രദ്ധിച്ചു കേക്കണം. പണ്ട് ഒരു കൊച്ചുകുട്ടി അത്താഴ പൂജയ്ക്ക് അമ്പലത്തിന്റെ വാതക്കിലിരുന്ന് ഉറങ്ങിപ്പോയി. തൊഴുതു കഴിഞ്ഞു വന്ന അവന്റെ അമ്മ കരുതി കുട്ടി വീട്ടിൽ പോയി കാണുമെന്ന്. എന്നിട്ട് അമ്മ വീട്ടിലോട്ടൊക്കെ പോയി. കുട്ടി നല്ല ഉറക്കമായത് കാരണം അമ്പലം അടയ്ക്കുന്ന സമയത്ത് പൂജാരിയും ആ കുട്ടിയെ കണ്ടേയില്ല. പൂജാരി എന്ത് ചെയ്തു? അമ്പലം പുറത്തു നിന്ന് പൂട്ടിയിട്ട് വീട്ടിലേക്കങ്ങ് പോയി. കുറെ നേരം കഴിഞ്ഞപ്പോ പാവം കുട്ടി ഉറക്കമുണർന്നു. ഓ, കുട്ടി എന്ത് ചെയ്തു? പേടി കൊണ്ട് ഉറക്കെ അങ്ങ് കരഞ്ഞു. അയ്യോ പാവം കുട്ടി. എന്നിട്ട് ആര് കരച്ചില് കേട്ടില്ലെങ്കിലും ഒരാളാ കരച്ചില് കേട്ടു. സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ. അതെ, കരഞ്ഞോണ്ടിരുന്ന കുട്ടിക്ക് കളിക്കാനായിട്ട് ഭഗവാൻ തന്റെ അരഞ്ഞാണ ഊരിയങ്ങ് കൊടുത്തു. നേരം വെളുക്കുന്നതുവരെ അവൻ അത് വെച്ചങ്ങ് കളിച്ചോണ്ടേയിരുന്നു. നേരം വെളുത്തു,
പൂജാരി വന്നു. വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ആ അരഞ്ഞാണം കുട്ടിയുടെ അരികിൽ കണ്ടപ്പോ കട്ടെടുത്തോടാ എന്ന് ചോദിച്ച് കുട്ടിക്കിട്ട് ഒരൊറ്റ അടി. സങ്കടത്തോടെ അയ്യോ അയ്യോ എന്നും പറഞ്ഞു കുട്ടി കരയാൻ തുടങ്ങി. സങ്കടത്തോടെ കുട്ടി എന്ത് ചെയ്തു? ആ അരഞ്ഞാണം എടുത്ത് ദൂരോട്ട് ഒരൊറ്റ ഏറ്. അത് അതിനടുത്ത് നിന്ന് ഒരു മരച്ചില്ലയിലേക്ക് വന്നങ്ങ് വീണു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ മരച്ചില്ലയിൽ കുടുങ്ങിയ ആ അരഞ്ഞാണം സ്വർണ്ണ ശോഭയുള്ള കൊന്ന പൂക്കളായിട്ടങ്ങ് മാറി. അതാണ് ഐതിഹ്യം. സൂപ്പർ മുത്തശ്ശി, അടിപൊളി. ഇനി ഒത്തിരി ഒത്തിരി കഥകളുണ്ട്. എല്ലാം മുത്തശ്ശി പറഞ്ഞു തരാം കേട്ടോ. വാ.